ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചന്ദ്രഗിരി പോകണം. ചേട്ടൻ്റെ കാറിൽ നമ്മളെല്ലാവരും കൂടെ പോകണം. കാഠ്മണ്ഡുവിൽ നിന്നും ചന്ദ്രഗിരി വരെ പോകാൻ വേണ്ടിയിട്ട് താൻകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യം ഇറങ്ങേണ്ടത്. അതുവരെ ഏകദേശം 13 മുതൽ 15 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. അത് കഴിഞ്ഞിട്ട് കേബിൾ കാറാണ്. കേബിൾ കാറ് 2.5 കിലോമീറ്റർ കേബിൾ കാറിൽ പോകണം. നമ്മളിന്ന് പക്ഷേ കേബിൾ കാറിലല്ല പോകാൻ പോകുന്നത്, നമ്മൾ കാറിലാണ് പോകുന്നത്. ചേട്ടൻ്റെ കാറിൽ പോയി ഏകദേശം 20 കിലോമീറ്റർ കൂടുതലാവും. കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡൊക്കെ വളരെ മോശം പിടിച്ച റോഡാണ്. ഒരു ഓഫ് റൈഡ് പോകും പോലെയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഏകദേശം 1.5 മുതൽ 2 മണിക്കൂർ വരെ സമയമെടുക്കും അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. സമുദ്രനിരപ്പിൽ നിന്നും 2551 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. 2 സ്റ്റേഷനുണ്ട് കേബിൾ കാറിന്. 38 കേബിൾ കാറാണുള്ളത്. 1000 പേരെ ഒരു മണിക്കൂറിൽ ക്യാരി ചെയ്യാൻ പറ്റും. 2014 ഡിസംബറിലാണ് കേബിൾ കാർ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അവിടെ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നേപ്പാളിലുള്ളവർക്ക് 720 നേപ്പാളി രൂപയും സാർക്ക് രാജ്യക്കാർക്ക് 850 നേപ്പാളി രൂപയുമാണ്. പോയിട്ട് അപ്പ് ഡൗൺ വരാൻ വേണ്ടി 1320 രൂപ നേപ്പാളി രൂപയാണ്. അതായത് ഇന്ത്യയുടെ ഒരു 900 രൂപ അടുപ്പിച്ച് ഉണ്ടാകും. കാറിൻ്റെ മുൻ സീറ്റിൽ ഇരുന്ന് കുഞ്ഞാവ ആദ്യം കുറച്ച് പേടിച്ചെങ്കിലും പിന്നീട് ഊഞ്ഞാലാടുന്ന രീതിയിൽ അങ്ങനെ ഇരുന്നു. നമ്മുടെ ഫ്രണ്ടിൽ UP എന്നുള്ള 2 വണ്ടി ഉണ്ടായിരുന്നു. അവർക്ക് പേടി കാരണം തിരിച്ചവർ പോകേണ്ടി വന്നു. അവർക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് മോശമായിട്ടുള്ള റോഡാണ്. ചേട്ടൻ ഇവിടെ ഉള്ളതുകൊണ്ട്, ചേട്ടന് പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് വണ്ടി മുമ്പോട്ട് പോകുന്നത്. ഇത്രയും മോശമായിട്ടുള്ള റോഡ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്കും വളരെ മോശമായിട്ടുള്ള റോഡും മുകളിൽ നിന്ന് കല്ലും മണ്ണുമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. കേബിൾ കാറാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല കാഴ്ചകളും കണ്ടിട്ട് ഇത് വേറൊരു അനുഭവമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേബിൾ കാറിൽ പോയതുകൊണ്ടാണ് ഇപ്രാവശ്യം റോഡ് മാർഗം പോകാമെന്ന് വിചാരിച്ചത്. ആ കേബിൾ കാറിൻ്റെ വീഡിയോ നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പോയത്. അതായത് ഒരു 3 വർഷം മുമ്പേ പോയതിൻ്റെ വീഡിയോ. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നടന്നു, കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നടന്നു. അതായത് എല്ലാവരെയും കൊണ്ട് വണ്ടി കയറാൻ പറ്റിയില്ല. അങ്ങനെ ചേട്ടൻ എല്ലാവരും നമ്മളെല്ലാം ഇറങ്ങിയിട്ട് ചേട്ടൻ മാത്രം വണ്ടി ഓടിച്ച് മുകളിലോട്ട് കയറ്റിക്കൊണ്ടുവന്ന് കുറച്ച് ദൂരത്തേക്ക്. കാറിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. ആ ചെക്ക് പോസ്റ്റ് വണ്ടി ഒതുക്കിയിട്ട് വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് മാക്സിമം. അതൊരു കാട്ടിനകത്തൂടെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോകണം, എന്നാലേ ചന്ദ്രഗിരിയിലെത്താൻ പറ്റത്തുള്ളൂ. It's been too long now. I think that I want a second guess you, a second guess me, a second guess them. Don't second guess me. Live in the moment, 'cause we are so free. And in this moment, life is like a dream. Live in the moment, 'cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember that time when life was like a dream. You know what I know. You know what I know. I need to hold you close.
safe place within our company, within our company, within our company. So come closer to me, come a little closer. How long can you hold until your breath falls? It's been too long now. I think that I want to second guess you, I second guess me, I second guess them. Don't second guess me. So come a little. അങ്ങനെ നമ്മൾ ഹിൽ ടോപ്പിലെത്തി. അവിടെ സിപ്പ് ലൈന്, അതുപോലെ സൈക്ലിംഗ്, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസുകളെല്ലാം ഉണ്ട്. ബാലേശ്വർ മഹാദേവൻ്റെ അമ്പലമാണ്, അതായത് പരമശിവൻ്റെ പ്രതിഷ്ഠയുള്ള അമ്പലമാണിത്. അവിടെ എത്തുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സുഖമാണ്. നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് ആ സ്ഥലവും അവിടുത്തെ അന്തരീക്ഷവും എല്ലാം. അമ്പലത്തിൽ വരുന്ന മിക്ക ആൾക്കാരും അവിടെ ഭജനയ്ക്കൊപ്പം ഡാൻസ് കളിക്കാറുണ്ട്. അങ്ങനെ ഞാനും കുഞ്ഞുവാവയും അവിടെ കൂടെ കൂടി ഡാൻസ് കളിക്കാൻ തുടങ്ങി. അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങിയ ശേഷം അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് കാണാൻ വേണ്ടി എല്ലാവരും കൂടെ പോയി. കാഠ്മണ്ഡു താഴ്വരയുടെയും ഹിമാലയൻ പർവ്വതനിരകളുടെയും മനോഹരമായ കാഴ്ചകൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹൈക്കിങ്ങിനും പ്രകൃതി ആസ്വദിക്കുന്ന ഒരേപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. എത്ര കണ്ടു കഴിഞ്ഞാലും മതി വരില്ല, അത്രയ്ക്ക് മനോഹരമാണ് അവിടുത്തെ സ്ഥലങ്ങൾ. യാമിക്കുട്ടി എവിടെ പ്രാവിനെ കണ്ടാലും അതിനെ പിടിച്ചേ അടങ്ങുമെന്നുള്ള വാശിയിലാണ്. എവിടെ ചെന്നാലും പ്രാവിനെ കണ്ടു കഴിഞ്ഞാൽ പ്രാവയെ 1 മിനിറ്റ് നിൽക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പിടിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകേ ഓടും. പിന്നെ പ്രാവിനെ പിടിക്കാൻ പറ്റാത്ത സങ്കടം മൊത്തം നമ്മുടെ അടുത്താണ് തീർക്കുന്നത്. ചന്ദ്രഗിരി വന്നാൽ എല്ലാം അവിടെ നിന്ന് ഫോട്ടോ എടുക്കൂ. കേബിൾ കാറിൽ വന്നാൽ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇറങ്ങും. ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ 3 വർഷം മുമ്പേ കേബിൾ കാറിലൂടെ നമ്മൾ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. It's been too long now. I think that I want to second guess you, I second guess me, I second guess them. Don't second guess me. Live in the moment, 'cause we are so free. അങ്ങനെ നമ്മൾ തിരിച്ച് കാഠ്മണ്ഡുവിലെത്തി. കാഠ്മണ്ഡുവിലെത്തിയതിന് ശേഷം എല്ലാവരും കൂടെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ. മോമോസും മട്ടൻ ഫ്രൈയും പിന്നെ നൂഡിൽസും അങ്ങനെ എല്ലാം കൂടെ വാങ്ങിയത്. കുഞ്ഞായ ആദ്യമായിട്ടാണ് നൂഡിൽസ് കഴിക്കുന്നത്. കുഞ്ഞായ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.